വിട്ടാൽ അങ്ങനെ എന്നാ അങ്ങനെ വന്നവരൊക്കെ കയറ്റി വിടാനൊക്കോ? ആരാ ഓണായിട്ട് വെറുതെ ആവശ്യമില്ലാതെ എന്നാ ഷൂട്ട് നടക്കുമല്ലേ? എന്നെ പ്രശ്നം എന്നാ? എന്നാ കുറെ നേരമായി ഫ്ലൈറ്റ് ഡിലേ ആയി എന്നൊക്കെ പറഞ്ഞു ഒരു ആചാരമാകും അവിടെ കിടന്ന് ബഹളം പൊക്കെ എന്നെ കയറ്റി വിടിയായിട്ട് ഞാൻ ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് വന്ന ആരെ കിടന്ന് പുറത്ത് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും എന്നും പറഞ്ഞ് ചിരിച്ചു കൊടുക്കണത്. ഇതിനാണേലും ജിങ്ങാണേലും എന്ത് ചെയ്യണം? അതല്ലെന്ന് മറ്റേ ആങ്കറില്ലേ ഇവിടെ ആവശ്യമില്ലല്ലോ, ജീവൻ നിൽക്കല്ലേ, പിന്നെ ഒരു ആങ്കർ ആവശ്യമുണ്ടോ? അതല്ല, ടി വി കണ്ടിട്ടൊക്കെ ഉള്ള ആളാണ് കയറ്റി വിടേണ്ടത്. നമുക്ക് വന്നിട്ട് നോക്കാമല്ലോ ബാക്കി. വിളിക്കണോ? ആ വിളിക്ക്, ഞാൻ വിളിക്കാം. എന്തെങ്കിലും സീൻ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയാം, അങ്ങനെ തിരിച്ചു കൊണ്ടുപോക്കണം. ഓക്കെ, എനിക്ക് നിങ്ങൾ മതി. ഹലോ സുഹൃത്തേ, ഇങ്ങ് വാ. ഇങ്ങോട്ട് എന്നോട് ചൂടായിട്ട് കാര്യമുണ്ടോ? നിങ്ങളവിടെ തളർന്നു വെച്ചാൽ എന്ത് ചെയ്യണം? പറഞ്ഞേ നിങ്ങൾ. പുതിയതായിട്ട് എടുത്തോളൂ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കുറെ ഗസ്റ്റ് വരുന്നുണ്ട്. എത്ര നാളെ ഷോ ചെയ്യണമെന്നറിയോ? ഞാൻ കാണാറുണ്ട്, പക്ഷെ ഇവിടെ ഈ ചെറുക്കനല്ലേ നിൽക്കണ, അങ്ങനെ എനിക്ക് കയറ്റി വിടാനൊക്കെ. അല്ലേ ഞാനുള്ളത് നോക്കട്ടെ, ചേട്ടൻ വരുമ്പോൾ കയറ്റി വിടണം. ആണോ? ആ പിന്നെ മുമ്പ് ഞാൻ ചെയ്തോണ്ടിരുന്നല്ലേ ഇവിടെ? ആ പിന്നല്ലേ, പുതിയതായിട്ട് എടുത്തായിരിക്കും. അതെ, എന്റെ കാര്യം ഇവിടെ ഓക്കെ ആണോ? ഹാപ്പി ഓണം. സോറി. കോമഡി ഇത് ഐറ്റം വരുടെ ഓണാഘോഷത്തിലേക്ക് ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആശാൻ, മിഥുൻ ചേട്ടാ, വെൽക്കം. നമസ്കാരം. ഞങ്ങൾക്ക് വേറെ ആളുണ്ട് ഈ ഓണത്തിന്. ഐറ്റം വേറെയാണ്. അതാ, നിങ്ങൾക്ക് ഈ ബ്രാൻഡിങ് പറയാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, വാക്കുകൾ ഉണ്ടെങ്കിൽ, രാജകുരി രാജകുമാരി മൈജി മിൽമ എനിക്കൊരു സമാധാനം പോയ പോലെ തന്നെ ഒരു വ്യത്യാസം. രാജകുമാരി മൈജി മിൽമ പറയണമെങ്കിൽ ഇവൻ വേണം, ഇവൻ തന്നെ ഇറങ്ങണം. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഫിനാലെ കഴിഞ്ഞ ആഴ്ച ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് എടുത്താൽ പൊങ്ങത്തില്ലാന്ന് മനസ്സിലായതുകൊണ്ട് കാല് പിടിച്ചിട്ട് വിളിച്ചു വരുത്തിയതാ. ഇനി എല്ലാം നോക്കിക്കോണം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കാര്യക്കാരെല്ലാം വിളിക്കാം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മൾ ഓണാഘോഷം തകർത്തോണ്ടിരിക്കുക. നിങ്ങൾ എല്ലാവരുടെയും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു കാര്യം നടക്കുള്ളൂ. ലേറ്റ് ആയിട്ട് ഒരാൾ വന്ന് പുറത്ത് പിന്നെ എന്ത് ചെയ്യണം? വിളിക്കണ്ട, ലേറ്റസ്റ്റ് ആയിട്ട് വിളിക്കണം. അല്ലല്ല, അതല്ല, ഇതൊക്കെ നമ്മൾ സമയം അവരെ അറിയിക്കുന്നതാണ്. കറക്റ്റ് സമയത്ത് വരിക, പൈസ വാങ്ങിക്കുന്നില്ല. നമ്മൾ ഓണമായാലും എപ്പോഴും നമ്മൾ ചോദിക്കുന്ന അത്താഴപ്പണ്ടിക്കാരുണ്ടോ ചോദിക്കല്ലേ? അങ്ങനെ ആരെങ്കിലും നമുക്ക് നമ്മളെ വിളിക്കണം. കാര്യം ഓണമാണ്, നമ്മൾ സ്വീകരിക്കണം. മനുഷ്യരെല്ലാരും ഒന്നുപോലെ. പ്രചോദനം വേറെ പറയാൻ പറ്റത്തില്ല. കാര്യം പുള്ളി പോയ ഗ്യാപ്പിലാണ് ഇവിടെ ഇരിക്കുന്നത്. അത് കളിക്കടാ, നീയാണ് ഓണത്തല്ല് ഉണ്ടാക്കാൻ ഞാൻ വിളിക്കുന്നില്ല, ആ കാര്യക്കാരനെ പ്രചോദനം വിളിക്കും. തീർച്ചയായിട്ടും ഇന്ന് ആ താരത്തിളക്കത്തോടെ നമുക്ക് കലാഭവൻ ഷാജോണെ സ്വാഗതം. അവൻ തിരിച്ചേട്ട കൈവക്കി നിൽക്കുക. ചെന്ന് കേറിക്കൂടെ? എന്റെ വെക്കിട്ട് കയറിയില്ല. എന്തോ എന്നാലും ലേറ്റ് ആയിട്ട് വന്നത് ഭയങ്കര മോശമായി. അല്ല, ഞാൻ അതെന്നാന്നറിയാമോ, കാര്യം ഞാനില്ലാതെ ഫ്ലവേഴ്സിന്റെ ഒരു ആഘോഷം ഞാൻ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ലേറ്റ് ആയാലും ഞാൻ വന്നിരിക്കും. അപ്പൊ ഞാൻ ലേറ്റ് ആയിട്ട് വന്നത് വെറുതെ അല്ല, നമ്മുടെ ഫ്ലവേഴ്സിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല, അത് സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞാൽ അത് പൊളിഞ്ഞു. സർപ്രൈസ് ഒക്കെ നമ്മുടെ മലയാളി ഓഡിയൻസ്, നമ്മുടെ ഫ്ലവേഴ്സിന്റെ എല്ലാ ആഘോഷങ്ങളും കാണുന്ന മലയാളികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരോടും ചോദിക്കാം. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് നസീർക്ക്, സംക്രാന്തി നസീർക്ക്, മലയാള സിനിമകൾ കാണാറില്ല എന്നറിയാം. താങ്കൾ കൂടുതലും ഇംഗ്ലീഷ് സിനിമകളും ഇംഗ്ലീഷ് വീഡിയോസും ഒക്കെ ആണെന്നറിയാം. അപ്പോ താങ്കൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇംഗ്ലീഷ് സിനിമകളോ വീഡിയോസോ, എത്തരത്തിലുള്ള വീഡിയോസും സിനിമകളൊക്കെയാണ്? ഞാൻ ഏറ്റവും കൂടുതൽ കാണാറുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളാണ്. ഇംഗ്ലീഷിലെ തന്നെ ചാർലി ചാപ്ലിന്റെ ആ സിനിമകൾ കാണാറുണ്ട്. ഡയലോഗ് ഇല്ല അതിൽ, അതാകുമ്പം ആരും ഇമിറ്റേറ്റ് ചെയ്യാൻ പറയത്തുമില്ല. പിന്നെ കൂടുതലും സബ് ടൈറ്റിൽ ഇല്ലാത്ത പടങ്ങളാണ് കാണുന്നത്. അല്ല, ശബ്ദമേ വയ്ക്കാതെയാണ് ഭാഷ പ്രശ്നമില്ലാത്ത പടങ്ങൾ. താങ്കള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളാണ് കാണുന്നു പറഞ്ഞു. അപ്പൊ ഇംഗ്ലീഷിൽ ഏറ്റവും ഇഷ്ടമുള്ള, നസീർക്ക് ആരാധിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നടിയുടെ പേരെന്ന് പറയുമോ? ചോദിച്ചല്ലേ? ഒരു ക്ലൂ നിക്കേ, ഒരു ക്ലൂ തരാൻ പോലെ. ഒരു ക്ലൂ പറ, ഒറ്റ ക്ലൂ.
അപ്പോ ഈ നിൽക്കുന്ന ആരോട് ചോദിച്ചാലും ഒരൊറ്റ പേരേ ഉണ്ടാവുള്ളൂ. ആ പേരുകാരിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെല്ലാം സർപ്രൈസ് ആയിട്ട്. പ്രത്യേകം പിടിച്ചോണം. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ സണ്ണി ലിയോണി. ഒപ്പം മറ്റാരുമല്ല, നമ്മളെല്ലാവരും ഒരുപാട് ബഹുമാനിക്കുന്ന, ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഡയറക്ടർ, ഡാൻസർ, കോറിയോഗ്രാഫർ, ആക്ടർ പ്രഭുദേവ. നിറച്ചു ദിനങ്ങൾ അകറ്റി ഞാൻ അതിങ്ങളിൽ തലങ്ങളിൽ നിറഞ്ഞു കാണാനിറങ്ങി ഞാൻ എന്നെന്നും എന്നിലെ എന്നെ നിന്നിൽ കണ്ടു ഞാൻ. ഓണത്തിന് ഇതിനപ്പുറത്തേക്ക് നമുക്കുള്ള ഒരു കളർ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. This is the moment. ഇവിടെ എല്ലാവർക്കും വേണ്ടി I'll tell you, we are all huge fans. Yes, sir. Our whole generation, we all actually tried to dance just seeing this man. I mean, Exactly. the way he has actually redefined dancing as we know it is something that is a history. Sir, I'm not even exaggerating one bit of this. And you know what I'm talking about. Sir, അത് മാത്രമല്ല, വേറൊരു കാര്യം സാറിൻ്റെ അടുത്ത് നന്ദി പറയാനുണ്ട്. നമ്മുടെ മമ്മൂക്കയെ കറക്റ്റായിട്ട് ഡാൻസ് കളിപ്പിച്ച ഏക ആളാണ്. ஃபர்ஸ்ட் ஆஃப் ஆல் எல்லாருக்கும் வணக்கம், ஹாப்பி ஓணம். எனக்கு இது புது எக்ஸ்பீரியன்ஸ் இந்த சேனலுக்கு வந்து உங்களோட எல்லாம். அண்ட் தேங்க்ஸ் ஃபார் யுவர் ஸ்வீட் வேர்ட்ஸ். என்ன வாட்ஸ் த क्वेश्चन? സർ മമ്മൂട്ടി സാറിന് ഡാൻസ് കളിപ്പിച്ചില്ലേ സർ? No, ആ ശാന്തമീ രാത്രിയിൽ. No, what I'm telling you, everybody don't have to dance. He is greater in something. He is Absolutely, come on. So I have the chance to work with him, thanks to him. But he tried his best. We actually say his best dancers Shantamee Ratril from Johnny. Oh, அப்படிங்களா? Thanks. Thank you. Thank you, sir. Welcome, everyone. Please welcome the legend Prabhudeva. And of course, everybody who is working in Flowers has showed up today. Just for one name. Yes. Sunny Leone. Yay! Thank you. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.